എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ഫ്രാങ്കിയുടെ ഹൈഡൌട്ട് ആയിരിക്കും കാണിക്കുക. ഉസോപ്പ് ആണെങ്കിൽ നിർത്താതെ അവന്റെ ഗോയിൻമറി കപ്പല് അത് റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്രാങ്കി ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ചായയൊക്കെ കുടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്യാണ്. ഫ്രാങ്കി പറയും, നീ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്ക്, ഒരു ചായയൊക്കെ കുടിച്ച് ചില്ലായ നിനക്ക് കുറച്ചുകൂടെ എനർജി കിട്ടും. അതിന് ഉസോപ്പ് പറയും, അയ്യോ വേണ്ട വേണ്ട, ഓൾറെഡി നിങ്ങൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സത്യത്തിൽ എന്റെ മുൻപില് ഇപ്പൊ ഒട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് ഗോയിൻമറി അത് റെഡിയാക്കണം. അത് കേട്ട് ഫ്രാങ്കി അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, നീ ഈ ഗോയിൻമറി കപ്പല് അത് ഇത്രയും വേഗം റെഡിയാക്കി എന്ത് ചെയ്യാനാണ് പ്ലാൻ? അതിന് ഉസോപ്പ് അവൻ ചെറുതായിട്ടൊന്ന് ചിരിച്ച് കപ്പലിൽ തൊട്ടിട്ട് പറയും, എനിക്ക് എന്റെ യാത്ര അതിനെയും തുടരണം. അതിനുശേഷം ഈസ്റ്റ് ബ്ലൂവിലുള്ള എന്റെ വീട് അതൊന്നുകൂടെ കണ്ട് വീണ്ടും ഞാൻ യാത്ര ആരംഭിക്കും. പിന്നീട് ഞാൻ അവിടേക്ക് പോവും, ഇവിടേക്ക് പോവും എന്നൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അത് കേട്ട് ഫ്രാങ്കി അവനാണെങ്കിൽ ഫുൾ കലി കയറും. അവൻ ദേഷ്യപ്പെട്ട് പറയും, ഉസോപ്പ്, നിന്റെ ഈ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ ഇനി മുതൽ എന്റെ ടീമിലൊരാളായി ഇവിടെയായിരിക്കും ഉണ്ടാവുക. ഉസോപ്പ് ആണെങ്കിൽ ആകെ ടെൻഷനാവും. അവൻ വീണ്ടും വീണ്ടും ഫ്രാങ്കിയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. പക്ഷെ ഫ്രാങ്കി അവൻ തീർത്തു പറയും, ഒരു കാരണവശാലും നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. അത് കേട്ട് ഫ്രാങ്കിയുടെ അസിസ്റ്റൻസും ഇപ്പൊ ഷോക്കാവും. ഇത്രയും നേരം അവൻ ഉസോപ്പിനോട് വളരെ സ്നേഹത്തിലാണ് സംസാരിച്ചത്, പെട്ടെന്ന് ഇത് എന്ത് സംഭവിച്ചു എന്നവർ ചിന്തിക്കുമ്പോഴായിരിക്കും അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ഫ്രാങ്കി ഉസോപ്പിനെയും അവന്റെ കപ്പൽ ഗോയിൻമറിയെയും തട്ടിക്കൊണ്ട് പോകുമ്പോഴായിരിക്കും ആ കപ്പലിന്റെ യഥാർത്ഥ അവസ്ഥ അവൻ കാണുക. ഫ്രാങ്കി പറയും, നിന്റെ കപ്പലിന്റെ അടിഭാഗം അത് ഞാൻ കണ്ടു, അതില് ഒരുപാട് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കാലിയല കമ്പനിക്കാർ പറഞ്ഞത് അത് സത്യമാണ്. ഇനി ഈ കപ്പലില് നിനക്ക് ട്രാവൽ ചെയ്യാൻ കഴിയില്ല, ഇത് ഓൾമോസ്റ്റ് തകർന്ന് തരിപ്പണമാകാനായിരിക്കുന്നു. അത് കേട്ട് ഉസോപ്പ് അവൻ ഷോക്കാവും. ഇനി നമ്മുടെ മുൻപില് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ കപ്പല് അത് ഡിമോളിഷ് ചെയ്യണം. ഉസോപ്പ് ആണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല, അവന്റെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. ഫ്രാങ്കി ആണെങ്കിൽ ആ കപ്പല് തല്ലി തകർക്കാൻ അവന്റെ അടുത്തേക്ക് വരും. ഉസോപ്പ് കാല് പിടിച്ച് കെഞ്ചും, ദയവ് ചെയ്ത് കപ്പലിനെ ഒന്നും ചെയ്യരുത്, എനിക്ക് ഈ കപ്പല് അത്രയും പ്രിയപ്പെട്ടതാണ്. ഫ്രാങ്കി പറയും, ഞാൻ നിന്നോട് അടി കൂടാനോ ഫൈറ്റ് ചെയ്യാനോ ഒന്നുമല്ല നിന്റെ അടുത്തേക്ക് വരുന്നത്, ഈ ഒരു കപ്പല് അത് ഡിമോളിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ അടുത്തേക്ക് വരുന്നത്. മാത്രമല്ല ഈ കപ്പൽ കൊണ്ട് ഫ്യൂച്ചറിൽ എന്താണ് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചത് വെറുതെ അല്ല, നീ ശരിക്കും ഇത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി കൂടെയാണ്. നിന്റെ ബ്രദറായി ഞാൻ നിന്നോട് പറയാണ്, ഒരു കാരണവശാലും ഈ കപ്പലില് ഇനി നിനക്ക് യാത്ര ചെയ്യാനാവില്ല. ഈസ്റ്റ് ബ്ലൂ പോയിട്ട് അടുത്തുള്ള ജംഗ്ഷനിൽ പോലും ഇതുപയോഗിച്ച് എത്താൻ കഴിയില്ല. ഇനി മുതൽ ഇതൊരു കപ്പലല്ലാന്ന് പറഞ്ഞ് അവൻ ആ കപ്പലിന്റെ ഒരു ഭാഗം അങ്ങനെ തകർത്തു കളയും. ഉസോപ്പ് ആണെങ്കിൽ നോ, എന്റെ കപ്പലിൽ നിന്ന് ഈ നിമിഷം നീ പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് അലറും. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലും ഞാൻ തള്ളിക്കളഞ്ഞതും ഫൈറ്റ് ചെയ്തതും ഒക്കെ തന്നെ ഈ കപ്പലിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അവൻ അവന്റെ കയ്യിലുള്ള ഡയൽസ് അത് വെച്ച് ഫ്രാങ്കി അറ്റാക്ക് ചെയ്യും. ഫ്രാങ്കിക്ക് കലി കയറി ഉസോപ്പിന് അങ്ങനെ മുകളിലേക്ക് തൂക്കി എറിയും. അവൻ ഉസോപ്പിനോട് പറയും, നീ അവസാനമായിട്ട് നിന്റെ കപ്പലൊന്ന് കണ്ടോന്ന് പറഞ്ഞ് ആ കപ്പലില് ആഞ്ഞടിക്കും. ഉസോപ്പ് മുകളിലേക്ക് പോയി താഴെ വെള്ളത്തിലേക്ക് വീഴുമ്പോഴായിരിക്കും കപ്പലിന്റെ അടിഭാഗത്തെ അവസ്ഥ അവൻ കറക്റ്റായിട്ട് കാണാം. അപ്പൊ അവന് പിടികിട്ടും, ഇനി ആ കപ്പലിന് ആയുസില്ല എന്ന്, അതിനെ കൊണ്ട് ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല. ആക്ച്വലി ഫ്രാങ്കി അവൻ ഉസോപ്പിനെ തല്ലിയതുപോലും ഉസോപ്പിന് അതിന്റെ കംപ്ലൈൻസും അതിന്റെ അവസ്ഥയും കാണിച്ചു കൊടുക്കാനാണ്. ഉസോപ്പ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുകളിലേക്ക് കയറി വന്ന് ഫ്രാങ്കി തകർത്ത് കളഞ്ഞ കപ്പലിന്റെ ഭാഗങ്ങള് അതൊന്നൊന്നായിട്ട് വീണ്ടും വീണ്ടും കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങും. ഉസോപ്പ് ഗോയിൻമറിയോട് സോറി പറഞ്ഞ് വീണ്ടും വീണ്ടും അത് റിപ്പയർ ചെയ്യാൻ തുടങ്ങും. ഉസോപ്പിന് അവന്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടം അത് ഗോയിൻമറി കപ്പലിനെയാണ്. അതിനെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറാവില്ല. ഫ്രാങ്കിക്ക് കലി കയറും, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞു ആ കപ്പലിനെ റെഡി ആവില്ല എന്ന്, അതിന്റെ എല്ലാ ഡാമേജും നിനക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ, സോ ഇനി കപ്പലിനെ അല്ല നിന്നെയാണ് തല്ലിക്കൊല്ലേണ്ടതെന്ന് പറഞ്ഞ് ഫ്രാങ്കി വൻ കലിപ്പില് ഇപ്പോ ഉസോപ്പിന്റെ അടുത്തേക്ക് വരും. അതിന് ഉസോപ്പ് പറയും, നീ നിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി, എന്റെ കാര്യങ്ങള് അത് ഞാൻ നോക്കിക്കോളാം, എന്നെയും എന്റെ കപ്പലിനെയും ഈ നിമിഷം നീ വെറുതെ വിട്ടേ പറ്റൂ. അവൻ പൊട്ടിക്കരഞ്ഞു പറയും, എനിക്കറിയാം ഗോയിൻമറിയെ കൊണ്ട് ഇനി മുൻപോട്ട് പോകാനാവില്ല എന്ന്, പക്ഷെ ഒരു കാരണവശാലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഒരുപാട് വിഷമിക്കും. ഉസോപ്പ് ആണെങ്കിൽ ഒരു കാര്യം ആലോചിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ ആൾക്കാര് സ്കൈ ഐലാൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരുടെ കപ്പല് അത് ബലി കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ രാത്രി
ആരോ ആ കപ്പലിൽ കയറി വലിയ ഹാമറൊക്കെ വെച്ച് ആഞ്ഞടിക്കുന്ന ഒരു സൗണ്ട് ഇപ്പൊ ഉസോപ്പ് കേൾക്കും. ആ ശബ്ദം കേട്ട് അവൻ പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാരും ആ കപ്പലിലില്ല. അപ്പൊ മറ്റാരോ ആണ് കപ്പലിൽ അടിക്കുന്നത് എന്നവന് മനസ്സിലാവും. ഉസോപ്പ് അല്പം കൂടെ മുൻപോട്ട് വരുമ്പോ ഏതോ ഒരാള് ആ കപ്പലിൽ ഹാമർ വെച്ച് അടിച്ച് റെഡിയാക്കുന്നതായിട്ട് അവൻ കാണും. ഉസോപ്പ് അത് സ്വപ്നമാണെന്ന് കരുതി പോയി കിടന്നുറങ്ങും. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ കപ്പൽ കാണുമ്പോഴായിരിക്കും ഷോക്കാവുക. അവരുടെ കപ്പൽ പഴയതുപോലെ പുത്തം പുതിയതായി അങ്ങനെ ഇരിക്കുകയാണ്. കട്ട് ചെയ്ത ഉസോപ്പ് പറയും, അവൻ പറഞ്ഞൊരു കാര്യം അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അത് അവൻ പറഞ്ഞതാണോ അതോ ഞാൻ തന്നെ ആ സമയത്ത് ഇമാജിനേഷൻ ചെയ്തതാണോ എന്നെനിക്കറിയില്ല. ആ ഒരു രൂപം അത് ആക്ച്വലി എന്നോട് പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇനിയും ഒരുപാട് വഴികളിൽ നിങ്ങളെ സേഫ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോവാൻ ഞാനുണ്ട് എന്നാണ്. അത് കേട്ട് ഫ്രാങ്കി അവൻ ഷോക്കാവും. ഉടനെ ഉസോപ്പ് പറയും, ഒരു പക്ഷേ നിങ്ങൾക്കിത് കേൾക്കുമ്പോ ഭ്രാന്തായിട്ട് തോന്നും, പക്ഷെ എനിക്കത് ഒരിക്കലും തള്ളിക്കളയാനായിട്ടാവില്ല. എന്റെ കപ്പൽ കോയിൻമറി അതെന്നോട് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഫ്രാങ്കി ഒരു 2 സെക്കൻഡ് ഇപ്പൊ ഉസോപ്പിനെയും ഗോയിൻമറി കപ്പലിനെയും അങ്ങനെ നോക്കി നിൽക്കും. അതിനുശേഷം ഒന്നും മിണ്ടാതെ പുറകിലേക്ക് നടന്നു പോവും. ഫ്രാങ്കി ചോദിക്കും, നീ കണ്ടത് ഹാമറും കയ്യിലേന്തി നിൽക്കുന്ന ഒരു സെയിലറിനെ അല്ലേ? ആളെ കാണാൻ കുറച്ച് ടെറർ ഫേസ് അല്ലേ? അത് കേട്ട് ഉസോപ്പ് അവൻ ഷോക്കായിട്ട് ചോദിക്കും, നിനക്കവൻ അറിയോ? അപ്പോഴായിരിക്കും ഫ്രാങ്കി പറയാ, അറിയാം. നീ കണ്ടത് മറ്റാരെയുമല്ല, സെയിലേഴ്സിന്റെ എല്ലാം തന്നെ കിങ് ആയിട്ടുള്ള ക്ലാബോ ഡെർമാനെയാണ് നീ കണ്ടത്. അത് ആക്ച്വലി ഒരു സെയിലർ ദേവതയാണ്. അതായത് ആരാണോ അവരുടെ കപ്പലിനെ ഒരുപാട് സ്നേഹിക്കുന്നത് അവർക്ക് പ്രൊട്ടക്ഷനായി അവൻ എപ്പോഴും ഉണ്ടാവും. കപ്പലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന്റെ കയ്യിലുള്ള ഹാമർ അതുപയോഗിച്ച് കപ്പൽ റിപ്പയർ ചെയ്യും. മാത്രമല്ല ആ കംപ്ലൈൻസ് ഉടനെ തന്നെ കപ്പലിന്റെ സെയിലേഴ്സിനെ അവൻ അറിയിക്കും. ഈ ഒരു ഷിപ്പ് അത് നിങ്ങളെ സേഫ് ആയിട്ട് ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. അതിനെ കൊണ്ട് കഴിയില്ലെങ്കിൽ പോലും നിങ്ങൾ അതിനോട് കാണിച്ച സ്നേഹവും ഇഷ്ടമൊക്കെ കൊണ്ടാണ് അത് ഇവിടം വരെ നിങ്ങളെ എത്തിച്ചത്. ആക്ച്വലി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് കേട്ടറിവ് മാത്രമേ ഇത്രയും കാലം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ഒരാളെ നേരിട്ട് കാണുന്നത്. ഉസോപ്പ് ആണെങ്കിൽ അത് കേട്ട് ഗോയിൻമറിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. അപ്പൊ ഫ്രാങ്കി ചോദിക്കും, ഈ കപ്പലിനും നിനക്കും എല്ലാവർക്കും അറിയാം ഈ കപ്പലിന്റെ അവസ്ഥ എന്താണെന്ന്. അതിനെ കൊണ്ട് ഇനി മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. അതറിഞ്ഞിട്ടും നീ എന്തിനാ നിന്റെ ഫ്രണ്ട്സുമായിട്ട് ഫൈറ്റ് ചെയ്തത്? ഉസോപ്പിനാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനുണ്ടാവില്ല. അപ്പോഴായിരിക്കും ഒരു കോളിംഗ് ബെൽ സൗണ്ട് അവൻ കേൾക്കുക. ഫ്രാങ്കിക്കാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. ഈ സമയത്ത് ഒരിക്കലും എന്റെ സോൾജിയേഴ്സ് ഡയറക്റ്റ് എക്സിറ്റ് വഴി കോളിംഗ് ബെൽ അടിച്ച് അകത്തേക്ക് വരില്ല. അപ്പൊ മറ്റാരോ ആണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതിനാ ഗേൾസ് പറയും, അതൊരു പക്ഷേ ആ സ്ട്രോ ഹാറ്റ് ലൂഫിയും അവന്റെ ടീമും ആയിരിക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവൻ ഡോർ തുറക്കാൻ ആവേശത്തിൽ എഴുന്നേക്കും. അപ്പോഴായിരിക്കും ഉസോപ്പ് പറയുക, ഞാനും അവരുമായിട്ട് ഇപ്പൊ യാതൊരു കമ്പനിയും ഇല്ല. കാരണവശാലും അവരെന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഡോർ തുറക്കാൻ മുൻപോട്ട് പോവും. അതിന്റെ ഇടയിൽ അവൻ ഉസോപ്പിനെ ഉപദേശിക്കും, നീ ഇനിയെങ്കിലും നിന്റെ ടീമിന്റെ കൂടെ മടങ്ങിപ്പോണം. പക്ഷെ ഉസോപ്പ് തീർത്തു പറയും, ഇല്ല, എന്നെ കൊണ്ടതിന് പറ്റില്ല. ഇനി ഒരിക്കലും അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഫ്രാങ്കി വീണ്ടും പറയും, ഓൾറെഡി കപ്പലിന്റെ എല്ലാ കാര്യവും നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇനിയും അവരുമായിട്ട് ശത്രുത വെക്കുന്നത് ശരിയല്ല. ഗോയിൻമറിയെ അവളെ നീ എനിക്ക് തായോ, അവളെ സേഫ് ആയിട്ട് ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അതേസമയം പുറത്ത് വീണ്ടും വീണ്ടും അവര് ബെല്ലടിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഉസോപ്പും ഫ്രാങ്കിയും അവരാണെങ്കിൽ പരസ്പരം തർക്കിച്ച് അവസാനം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഗ്യാപ്പിൽ ബെല്ലടിച്ചവര് ഇപ്പൊ ഡോർ തുറന്ന് അകത്തേക്ക് വരും. അടുത്ത സെക്കൻഡ് ഫ്രാങ്കിയുടെ 2 ഗേൾസ് അവർ കടികെട്ടി ഇപ്പൊ തെറിച്ച് ദൂരേക്ക് വീഴും. അത് കണ്ട് ഫ്രാങ്കി അവൻ ഷോക്കായിട്ട് ആ ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കും. ഉടനെ ആ 4 വില്ലന്മാര് അവർ ക്യാഷ്വലായി ഡോറും തുറന്ന് അകത്തേക്ക് കയറി വരും. ആ അസിസ്റ്റന്റ് പെണ്ണ് പറയും, ഐ എം സോറി, ആക്ച്വലി ആ ഗേൾസ് ഡോർ തുറക്കാൻ തയ്യാറായില്ല, അതുകൊണ്ടാണ് അവർ ഞങ്ങൾക്ക് തല്ലേണ്ടി വന്നത്. അത് കേട്ട് ഫ്രാങ്കി, നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആൾക്കാരുടെ ദേഹത്ത് കൈവെക്കും എന്ന് പറഞ്ഞ് അവരെ ഇടിക്കാൻ പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.